Hello everyone, a warm welcome to a new video on the channel Comrade CA. This is your friend Amit. Have you heard something about inner Shalya? I'll repeat again, inner Shalya. Inner Shalya എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡീപ്പ് ഇന്നർ വോയിസ് ആണ്, ഞങ്ങളകത്തുള്ള ഇന്നർ വോയിസ്, ഓർ മേ ബി ഓർ വെരി ക്ലോസ് ഇന്നർ സർക്കിൾ. ഇത് രണ്ടുമാണ് ഞങ്ങളെ ഇന്നർ ശല്യ എന്ന് പറഞ്ഞത്. Why this is very important? Why the inner Shalya is very important and what is the importance of this video? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ധാരാളം ആൾക്കാർ, ദേ ആർ വെരി റിച്ച് ഓർ മേ ബി ദേ ആർ പവർഫുൾ, ദേ ആർ ബ്രില്യൻറ്റ്, ദേ ആർ ബ്രേവ്, ദേ ആർ ടാലന്റഡ്, ദേ ആർ കൈൻഡ്, ദേ ആർ ഗ്രേറ്റ്ഫുൾ, ദേ ആർ ഗ്രേഷ്യസ്, ദേ ആർ ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാം ഉണ്ടായിട്ടും ദേ കുഡിൻ അച്ചീവ് എ മേജർ മൈൽ സ്റ്റോൺ. ജീവിതത്തിൽ വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ദേ ഡിൻ അച്ചീവ് എ ബിഗ് സക്സസ് ഓർ വലുതായിട്ടുള്ള ഒരു മേജർ മൈൽ സ്റ്റോൺ ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി വളരെയധികം ബ്യൂട്ടിഫുൾ ഗേൾ ആണ്, അല്ലെങ്കിൽ വളരെ ഹാൻസം ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അവരുടെ ജീവിതത്തിൽ പലതും നടക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തു. തെറ്റാണ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്, ബട്ട് സ്റ്റിൽ യു ആൻറ്റിസിപ്പേറ്റഡ് ആൻഡ് ഷുവർ എവറിത്തിങ് ഇസ് ദേർ. പക്ഷേ യഥാർത്ഥത്തിൽ വരുമ്പോഴത്തേക്ക് യുവർ ഇറ്റ്സ് വെരി കോൺട്രാസ്റ്റിംഗ്, സംതിങ് ഓർ സംതിങ് ഓപ്പോസിറ്റ് ഹാസ് ഹാപ്പൻ. എന്തുകൊണ്ടായിരിക്കും? വൈ കുഡ് ഇറ്റ്? This is all because of your inner Shalya. Inner Shalya has got to do something very major. This is called inner Shalya. ഞങ്ങളെ inner voice അല്ലെങ്കിൽ ഞങ്ങളെ very close inner circle. I promise you this video is going to be very interesting and very thought-provoking. And before we deep dive into what is inner Shalya, what you have to do is, this video is going to give you very deep insight about you yourself and all the close inner circle, which you should be very thoughtful, watchful and very careful about them, because this is going to shape your future. Who? The inner Shalya is going to shape your future. So if till here, if you find this video very interesting and is generating curiosity, please do hit a like button or also do subscribe to the channel Comrade CA. Okay. അപ്പൊ ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഇന്നർ ഷെല്ലി എന്താന്നുള്ളത് അൺഫോൾഡ് ചെയ്യുന്നതിനൊപ്പം ഞങ്ങൾക്കൊരു കഥയിലോട്ടേക്ക് കടക്കാം. ബിക്കോസ് ഈ കഥയിലൂടെയാണ് ഞങ്ങൾക്ക് ഇന്നർ ഷെല്ലി യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളതും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും പിന്നെ അതിനെങ്ങനെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാം, അതിൻ്റെ എങ്ങനെയാണ് അഡാപ്റ്റബിലിറ്റി എന്നുള്ളതും ഞങ്ങൾക്ക് കാണാം. അപ്പൊ കഥ തുടങ്ങുന്നത് ഇന്നുള്ള കഥയല്ല, ഒരു പഴയ കഥയാണ്. ഇറ്റ് ഈസ് സ്റ്റോറി ഓഫ് അവർ മഹാഭാരത ടൈംസ്. മഹാഭാരത്, യെസ്, ആ ടൈമിലുള്ള കഥയാണ്. മഹാഭാരതത്തിലെ കഥയിൽ ഞങ്ങൾക്കറിയുന്ന ഒരു വ്യക്തികളാണ് 5 ബ്രദേഴ്സ്, പാണ്ഡവാസ്. ആ പാണ്ഡവാസിലെ ലാസ്റ്റ് 2 സഹോദരങ്ങളാണ് നകുല ആൻഡ് സഹദേവ്. നകുല ആൻഡ് സഹദേവ് ആർ ട്വിൻ ബ്രദേഴ്സ്. ആ ട്വിൻ ബ്രദേഴ്സ് പാരൻസ് ആണ് പാണ്ഡു ആൻഡ് മദ്രി. അപ്പം മദ്രി കുന്തി അല്ലേ, കുന്തി ഈസ് ചിൽഡ്രൻ ഓഫ് 3 കിഡ്സ് ആൻഡ് ഈ ലാസ്റ്റിലത്തെ 2 കിഡിന്റെ പേരന്റ് പാണ്ഡു ആൻഡ് മദ്രിയാണ്. ഇവരുടെ മാറ്റർണൽ അങ്കിൾ അമ്മാവൻ, ഇംഗ്ലീഷിൽ മാറ്റർണൽ അങ്കിൾ എന്ന് പറയും. അവരുടെ മാറ്റർണൽ അങ്കിൾ ആയിരുന്നു ശല്യ, കിങ് ശല്യ. കിങ് ശല്യ ഈസ് ദ മാറ്റർണൽ അങ്കിൾ ഓഫ് നകുല ആൻഡ് സഹദേവ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മഹാഭാരതത്തിലെ. കിങ് ശല്യ ഇസ് എ റൂളർ ഓഫ് മധ്യദേശ്. മധ്യദേശ് ഇന്നത്തെ സിയാൽകോട്ട് വിച്ച് ഇസ് ഇൻ പാകിസ്ഥാൻ. മധ്യദേശിലെ രാജാവാണ്. അപ്പം മഹാഭാരതത്തിന്റെ ഞങ്ങൾ കഥ തുടങ്ങുമ്പോൾ ഇത് ജസ്റ്റ് ബിഫോർ മഹാഭാരതം, ബിഫോർ യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ, കുരുക്ഷേത്രത്തിലെ യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, അന്ന് ഇന്ത്യ ഈസ് വാസ്റ്റ്, ആ സബ് കോണ്ടിനെന്റ് എല്ലാ സൈന്യവും ഒന്നെങ്കിൽ പാണ്ഡവരെ കൂടെ അല്ലെങ്കിൽ കൗരവരുടെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചുറ്റിനും എല്ലാവരും ഇങ്ങോട്ടേക്ക് ഹരിയാനയിലാണല്ലോ കുരുക്ഷേത്രം, അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുമായിരുന്നു.
അങ്ങനെ ഒരു യാത്രയാണ് കിങ് ശല്യ മധ്യപ്രദേശിൽ നിന്ന്, ഇന്നത്തെ സിയാൽകോട്ട് പാകിസ്ഥാനിൽ നിന്ന്, ഹരിയാനയിലേക്ക് കുരുക്ഷേത്രയിലേക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കാര്യം അറിഞ്ഞത് വളരെയധികം സ്ട്രാറ്റജിസ്റ്റ് ആൻഡ് സൂപ്പർ ലീഡർ ആണ് കൗരവയുടെ ഭാഗത്തുള്ളത് ദുര്യോധന അറിഞ്ഞു. കിങ് ശല്യ അവിടുന്ന് യാത്ര പുറപ്പെട്ടിട്ടുണ്ടെന്ന്, സിയാൽകോട്ടിൽ നിന്ന് മധ്യപ്രദേശിൽ നിന്ന് ഈ പാണ്ഡവരെ ആർമിയെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് യാത്ര പുറപ്പെട്ടു. ദുര്യോധന വളരെ തന്ത്രപൂർവ്വം എക്സ്ട്രീംലി സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മൂവാണ് ചെയ്തത്. അവനെന്ത് ചെയ്തു? ദുര്യോധന പോസിബിൾ ആയിട്ടുള്ള അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ സിയാൽകോട്ടിൽ നിന്ന് മധ്യപ്രദേശ് വരെ എത്താനുള്ള യാത്ര ദിവസം 7 days ആണ്. ഈ 7 daysൽ ഏതൊക്കെ സ്ഥലത്താണ് നൈറ്റ് ഹോൾട്ട് ഉള്ളത് അവിടെയൊക്കെ ദുര്യോധന നല്ല എക്സലന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റാലിറ്റി കാഴ്ചവെച്ചു. ലൈക്ക് സൂപ്പർ ഗസ്റ്റ് ഹൗസ്, നൈസ് റിഫ്രഷ്മെന്റ്, നൈസ് പാർട്ടി, നൈസ് ഫുഡ്, നൈസ് റിലാക്സിങ്, എവറിത്തിങ്. അവിടെ നല്ല ടെന്റ്, എല്ലാ ബെസ്റ്റ് സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ കിങ് ശല്യയും ആർമിയും വളരെയധികം ഇതൊക്കെ എൻജോയ് ചെയ്തിട്ട് അങ്ങനെ യാത്ര തുടർന്ന് അങ്ങനെ ഹരിയാനയിലേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഈ 7 ദിവസവും ഇത്രയും നല്ല ഹോസ്പിറ്റാലിറ്റിയും സേവനവും ഒക്കെ ആസ്വദിച്ച് ഈ ഒരു സമയത്ത് ദുര്യോധന നെവർ ഡിഡ് ഹി ടുക്ക് എക്സ്ട്രീം കെയർ ദാറ്റ് nobody should realize that this was offered by ദുര്യോധന. ദുര്യോധനാണ് ഇതിന്റെ പിന്നിൽ, ഈ പറഞ്ഞ ഹോസ്പിറ്റാലിറ്റി ഒക്കെ തരുന്നതിന്റെ പിന്നിൽ എന്നുള്ള ഒരിക്കലും അവര് കാണിച്ചില്ല. അപ്പോൾ ഓക്കെ, അതിന്റെ പിന്നിലുള്ളത് ദുര്യോധനാണെന്ന് ഒരിക്കലും പറഞ്ഞില്ല. അപ്പോൾ അതിനറിയിച്ചില്ല. അത്രയും തന്ത്രപൂർവ്വമായിരുന്നു ഈ പറഞ്ഞ ഫെസിലിറ്റിയും ഈ ഗസ്റ്റ് ഹൗസിൽ ഈ അറേഞ്ച്മെന്റും ചെയ്തത്. ബട്ട് വാട്ട് ഹാപ്പൻ? ഈ 7ാം ദിവസം ആയപ്പോൾ, 7ാം ദിവസം ഏതാനും കുരുക്ഷേത്രം അടുക്കാനായി, ഇത്രയും നല്ല ഹോസ്പിറ്റാലിറ്റി തന്ന ഒരു വ്യക്തിയെ കണ്ട് അതിനൊരു അഭിനന്ദനം കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണെന്ന് വിചാരിച്ച് കിങ് ശല്യ എന്ത് ചെയ്തു? ഈ ഭടന്മാരോട്, ഈ സോൾജേഴ്സിനോട് പറഞ്ഞു, നിങ്ങളെ രാജാവിനെ വിളിച്ചുകൊണ്ട് വരും, എനിക്ക് കാണണമെന്ന് പറയും. എന്നിട്ട് എൻ്റെ അഭിനന്ദനങ്ങളും പ്ലസ് ഞാനൊരു ഒരു വരദാനം എന്ന് പറഞ്ഞ ഒരു ഓത്ത് ഞാൻ തരുവാണ്. എന്ത് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചോളൂ, ഞാനത് സാധിച്ചു തരുന്നുള്ളതാണ് അവരുടെ ഓത്ത് എന്ന് പറഞ്ഞ് വിടുവാണ്. ഇങ്ങനെ ഒരു അവസരം എത്തിയപ്പോൾ മാത്രമാണ് ദുര്യോധനാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള പറഞ്ഞ് ഇയാളുടെ മുന്നിൽ, കിങ് ശല്യയുടെ മുന്നിൽ എത്തുവാണ്. കിങ് ശല്യ ദുര്യോധനെ കണ്ട് വളരെയധികം ആശ്ചര്യക്കുന്നു. ബിക്കോസ് ഇയാളുടെ മനസ്സിൽ, കിങ് ശല്യയുടെ മനസ്സിൽ എപ്പോഴും പാണ്ഡവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭടന്മാരുമായിട്ട് പുറപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ഒരു ചതിക്കുഴിയിൽ പെട്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നും തന്നെ ഈ കിങ് ശല്യക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഹി ഈസ് ബൗണ്ട് ബൈ ദി ഓത്ത് ആസ് വെൽ ആസ് ബൗണ്ട് ബൈ ദി എത്തിക്കൽ സ്റ്റാൻഡേർഡ് ദാറ്റ് ഹി ഹാസ് ടു കീപ്. അപ്പം എന്താണ് ഓത്ത് കൊടുത്തത്? ദുര്യോധന പറഞ്ഞത്, കിങ് ശല്യ പാണ്ഡവരെ ഭാഗത്തല്ല കൗരവരുടെ ഭാഗത്ത് നിന്നിട്ട്, എൻ്റെ ഭാഗത്ത് നിന്നിട്ട് വേണം പാണ്ഡവരുടെ എതിരെ നിന്നിട്ട് ഫൈറ്റ് ചെയ്യാൻ. അപ്പൊ എൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത്. ഇതാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ മനസ്സിൽ പാണ്ഡവരെ കുറിച്ച് വേവലാതി ഒരു വിങ്ങലുണ്ടെങ്കിലും ഹി ഹാഡ് ടു അഗ്രി ആൻഡ് ഫോളോ വാട്ട് ദുര്യോധന ഹാസ് സെഡ്. ദുര്യോധന കൂടെ തന്നെ പാണ്ഡവരെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള തീരുമാനത്തിന് എഗ്രി ചെയ്യാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഒരാള് പാണ്ഡവരെ ഭാഗത്ത്. അതാണ് ഞങ്ങൾ സൂപ്പർ ഡൂപ്പർ ആയിട്ടുള്ള എക്സ്ട്രീം മാസ്റ്റർ ശ്രീകൃഷ്ണ knew about all this and then എൻഷുർ ചെയ്തു, ഒരു മെസ്സേജ് പാസ് ചെയ്തു. ആരെടുത്ത്? കിങ് ശല്യക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്തു. നിങ്ങൾക്കൊരു സഹായം ചെയ്യാൻ പറ്റുമോ എന്ന്. 16-ാം 17-ാം ദിവസം ഓഫ് മഹാഭാരത കുരുക്ഷേത്ര യുദ്ധത്തിൽ കർണനായിരിക്കും കമാൻഡർ ഇൻ ചീഫ് ഓഫ് കൗരവാസ്. അങ്ങനെ ഇരിക്കെ നീ വോളണ്ടിയർ ചെയ്യണം ടു ബി ദ ചാരിറ്റിയർ, കുതിരത്തേരുകാരൻ ഓഫ് ഈ കമാൻഡർ ഇൻ ചീഫ് കർണന്റെ കുതിരത്തേരനായിട്ട് നീ വോളണ്ടിയർ ചെയ്ത് ഇലക്ട് ചെയ്യണം.
നിനക്ക് ചെയ്യാനുള്ള പണി എലക്ട് ആയതിനു ശേഷം യു ഷുഡ് പ്രൈസ് ദ ഗ്ലോറി ഓഫ് പാണ്ഡവാസ്. പാണ്ഡവരെ കുറിച്ച് നല്ലോണം പുകഴ്ത്തി അങ്ങ് പറയാം. ഇതാണ് നിനക്ക് പണി. നിനക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ആവാം എന്ന് കിങ് ശല്യ പറഞ്ഞു. ആവാം, ഹൗ, സമാധാനായി എന്ന് പറഞ്ഞ് ആ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. കൃഷ്ണന്റെ ഓഫർ അക്സെപ്റ്റ് ചെയ്തു. ആൻഡ് ഹി വാസ് റെഡി ടു ഡു എനിത്തിങ്, സംതിങ്, അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒന്ന് പാണ്ഡവർക്ക് വേണ്ടി ചെയ്യണ്ടേ എന്ന് മനസ്സ് പറഞ്ഞപ്പോൾ ദേവരുന്നു സമാധാനായി. ഇനി ഞങ്ങള് എന്താ വെച്ചാൽ ചെയ്യും. അങ്ങനെ വന്നു. മഹാഭാരത യുദ്ധത്തിന്റെ 16-ാം പഴയ ദിവസം എത്തി. അന്ന് കർണനായിരുന്നു കമാൻഡർ ഇൻ ചീഫ് ഓഫ് കൗരവ. അതിന്റെ ചാരിറ്റിയർ ആയിട്ട് പറഞ്ഞ പോലെ തന്നെ എലക്റ്റായി കിങ് ശല്യ. കിങ് ശല്യ കൃഷ്ണന്റെ പറഞ്ഞ പ്രോമിസ് അപ്പോൾ ഓർത്തു. എന്നിട്ട് അത് നിറവേറ്റാൻ അങ്ങ് തീരുമാനിച്ചു. എന്താണ് ചെയ്തത്? പാണ്ഡവരെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു. പാണ്ഡവർ ആനയാണ്, ചേനയാണ്, വളരെ നല്ല നല്ല രീതിയിലുള്ള പുകഴ്ത്തലാണ്. ഇവര് ഒന്നും അതിന്റെ മുന്നിലല്ല. നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഇവരെ കൂടെ മത്സരിക്കാനും എങ്ങനെ ചിന്തിച്ചു എന്ന് പറഞ്ഞിട്ട് വളരെയറ്റം ഒക്കെ പുച്ഛത്തോടെയാണ് കർണനെ കണ്ടത്. എന്നിട്ട് ഇത് ആവർത്തിച്ച് വന്നപ്പോൾ കർണന്റെ മനസ്സിൽ എന്തോ സൈക്കോളജിക്കലി ഒരു ഗ്യാപ്പ്, ഒരു വല്ലാതെ ഈ ചെന്നിക്കുത്ത് വന്നപ്പോഴത്തേക്കും ഒരു ഡെന്റ് വന്നു കർണന്റെ മനസ്സിൽ. അപ്പൊ ആവർത്തിച്ച് പണ്ട് വന്നിട്ടുള്ള എല്ലാ ഫെയിര്യങ്ങളും, പണ്ട് വന്നിട്ടുള്ള എല്ലാ ഈ പരസിക്കലും, ഓൾ ടീസിങ്, എല്ലാം മനസ്സിൽ കർണന് ഇൻഫ്ലിക്റ്റ് ചെയ്തു കിങ് ശല്യ. ദാറ്റ് മീൻസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള പണ്ടുള്ള പരാജയങ്ങൾ, പണ്ടുള്ള എല്ലാ ഈ തോട്ട്സ് ഒക്കെ ഫ്ലോ ചെയ്തു വന്നു കർണൻ. ഈ കർണനാണെങ്കിൽ വളരെയധികം ഈ സുപ്പീരിയർ ആണ് ടെക്നിക്കാലിറ്റീസിൽ അർജുനേക്കാളും. ഒരു കഥയുണ്ട് വേറെ മഹാഭാരതത്തിൽ പറയുന്നത്, ലൈക്ക് കർണന്റെ ചാരിയറ്റ് അർജുൻ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു 10 അടി ദൂരത്തോട്ട് പോകും. എന്നാൽ ശ്രീകൃഷ്ണനും അർജുനന്റെയും ചാരിയറ്റ് കർണൻ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ 2 അടി ദൂരത്തേ പോകുള്ളൂ. എന്നിട്ടും കർണനെ വളരെ അധികമായിട്ട് പ്രശംസിക്കുകയാണ്. ഇത് കേട്ട് അർജുൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കർണനെ ഇങ്ങനെ പ്രശംസിക്കുന്നത്? നീ എൻ്റെ ഭാഗത്താണോ അവരുടെ ഭാഗത്താണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേശവ എന്ന് പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞത്, വളരെയധികം സുപ്പീരിയർ ആയിട്ടുള്ള ടെക്നിക്കാലിറ്റീസിൽ സുപ്പീരിയർ ആണ്, ഇത്രയും ടാലന്റഡും ബ്രേവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇത്രയും ആള്, എന്നിട്ടും അയാളുടെ തേര് 10 അടി ദൂരത്തോട്ടല്ലേ പോകുന്നത്, ഞങ്ങളെ 2 അടിയല്ലേ പോകുന്നുള്ളൂ. നിന്റെ കൂടെ ഞാനുണ്ട്, പ്ലസ് ഹനുമാനുണ്ട് ഈ പറഞ്ഞ ചാരിയറ്റിൽ. എന്നിട്ടും 2 അടി നീക്കാൻ അവനെ കൊണ്ട് പറ്റുന്നുണ്ട്, കർണനെ കൊണ്ട് പറ്റുന്നുണ്ട്. ദിസ് ഈസ് ദി പവർ ഓഫ് ദാറ്റ് പേഴ്സൺ. എന്നിട്ടും കർണൻ അർജുനൻ കൊണ്ട് തോറ്റു പോവുകയാണ്. He falls prey to Arjuna. Why? Because of the psychological dent, damage, because of the continuous ridiculing, continuous ആയിട്ട് പാസ്റ്റ് മിസ്റ്റേക്സ് പറഞ്ഞ് വളരെ സൈക്കോളജിക്കൽ വീക്കനായ കർണൻ അർജുനോടുകൂടെ തോറ്റുപോവുകയാണ്. അർജുനൻ is not superior in strength or abilities, but Karnan is far more superior. Still, Karnan fall prey. So, ഈ സ്റ്റോറിയിൽ നിന്ന് ഞങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നത്, സൈക്കോളജിക്കലി ഈ പറഞ്ഞ വേർഡ്സിലൂടെ ഞങ്ങൾക്ക് സൈക്കോളജിക്കലി കോസ് ചെയ്യുന്ന ഡാമേജ് ഓർ ഇൻഫ്ലിക്റ്റ് ചെയ്യുന്ന ഡാമേജ് is far more than a sharp weapon. Because psychologically ഡാമേജും ഇതായ വ്യക്തിക്ക് അവർക്ക് പെർമനന്റ് ആയിട്ട് അവരുടെ ടാലന്റ് അവർക്ക് ഉള്ളിലുള്ള പവേഴ്സ് അങ്ങ് മെമ്മറിന്ന് ലോസ് ആവുക ചെയ്യും. They forget what is the true talent or prowess of them. ശരിക്ക് ഈ പറഞ്ഞ സൈക്കോളജിക്കൽ ഡാമേജ് കോസ് ചെയ്യുന്നത് ഈ ക്ലോസ് ഇന്നർ സർക്കിൾസ് ഓർ യുവർ ഇന്നർ വോയിസ് ആണ്.
വളരെ സട്ടിൽ, വളരെ മൈന്യൂട്ടായിട്ടാണ് അത് അറ്റാക്ക് ചെയ്യുന്നത്. യു ഷുഡ് ബി വെരി വെരി കെയർഫുൾ ബിക്കോസ് വാട്ട് ഡാമേജ് ഇറ്റ് ക്യാൻ കോസ് ഇസ് ട്രെമെൻഡസ്. പക്ഷെ വളരെ സട്ടിലായിട്ടാണ് ഈ പറഞ്ഞ ഇന്നർ വോയിസും ഇന്നർ സർക്കിൾസ് ഞങ്ങളെ വളരെയധികം അത്രയധികം എന്താണ്, ഐ എം നോട്ട് ഗെറ്റിംഗ് ദ റൈറ്റ് വേർഡ്സ്, ദാറ്റ് ഇറ്റ് ക്യാൻ കോസ് സോ മച്ച് ഓഫ് damage to your growth. So that is why inner Shalya handling or understanding can redesign or redefine your future. What inner Shalya can do is far, far, far more tremendous. So be very watchful of your inner circle and your inner voice, what you say. Because how will you handle what you're saying is within you? How will you handle what others say is not with you, but still it should enter you? കർണന് സംഭവിച്ച പോലെ നിങ്ങൾക്ക് സംഭവിക്കരുത്. ബിക്കോസ് കർണൻ ഇസ് ഫാർ മോർ ഫോർ സുപ്പീരിയർ ആൻഡ് സ്റ്റിൽ ഹി ഹാഡ് ഫോൺ ഫ്രീ ബിക്കോസ് ഓഫ് ദ സൈക്കോളജിക്കൽ ഡാമേജ്. സോ പണ്ട് ഒരു തമിഴിൽ ഒരു സേയിങ് ഉണ്ട്, ലൈക്ക് ഇഫ് ഇഫ് if your inner voice or your inner circle is causing disguise to you, അല്ലെ, നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ മന്നിക്കേ മാട്ടേ. വൈ? ബിക്കോസ് ദിസ് ഇന്നർ സർക്കിൾ ആൻഡ് ഇന്നർ വോയിസ് ഈസ് ഡീപ്പ് വിതിൻ യു. നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആൾ നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒരിക്കലും ഫോർഗീവ് ചെയ്യും. അപ്പം അവരുമായിട്ട് വേറെ ഒരു ബാറ്റിൽ ഒരുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. യു ഷുഡ് ബി വെരി കെയർഫുൾ ആൻഡ് വാച്ച്ഫുൾ. അല്ലെ, ഞങ്ങൾക്കിത് ആദ്യം അറിയെങ്കിൽ വി ഷുഡ് ഹാൻഡിൽ ദം പ്രോപ്പർലി ആൻഡ് വി ഷുഡ് ബി വെരി കെയർഫുൾ ആൻഡ് വാച്ച്ഫുൾ ഓഫ് ദം, യുവർ ഇന്നർ വോയിസ് ആസ് വെൽ ആസ് യുവർ ഇന്നർ സർക്കിൾ. അപ്പം ഞങ്ങൾ ഒരു വ്യക്തിക്ക് മേ ബി ദേ ആർ മോട്ടിവേറ്റഡ്, ദേ ആർ നോട്ട് മോട്ടിവേറ്റഡ്, ഇഫ് ദേ ഹാവ് ടാലൻറ്റ്, ദേ ഡോണ്ട് ഹാവ് ടാലൻറ്റ്, either of them, if they are rich, they are poor, they have qualities, they don't have talent, or whatever it is, they are beautiful, handsome. Anyways, beauty and handsome is, it's the beauty of is in the eye holder, you know. So beauty is in the eyes of the eye holder. So whatever you have, the inner Shalya is what it should be taken care of. So ഞാൻ നമുക്ക് ഈ മോട്ടിവേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വാട്ട് വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദ ഇന്നർ ഷെല്യ. വാട്ട് ഈസ് യുവർ ഡീപ്പർ വോയിസ്? എന്താണ് ഇന്നർ വോയിസ്? എന്താണ് നിങ്ങളെ ഇന്നർ സർക്കിൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? അങ്ങനെയാണ് നിങ്ങളെ ഫ്യൂച്ചറിലേക്ക് ഷേപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ കർണൻ്റെ അവസ്ഥ ഇപ്പോൾ കണ്ടില്ലേ? എത്രയും നല്ല സുപ്പീരിയർ ആയ ഒരു വ്യക്തി ഈസ് ഫോളിങ് പ്രേ ബിക്കോസ് ഈസ് നോട്ട് സക്സസ്ഫുൾ, ഈസ് നോട്ട് ഗോയിങ് അച്ചീവിങ് ബിഗ് മൈൽ സ്റ്റോൺ ബിക്കോസ് ഓഫ് ദ ഇന്നർ ഷെല്യ. ഷെല്യ എന്നുള്ള കഥാപാത്രത്തിന് അത്രയധികം ഇമ്പോർട്ടൻസ് ആണ് ഈ സ്റ്റോറിയിൽ. അത്രയധികം വേർഡ്സോട് കൊണ്ടാണ് അയാൾ കർണനെ പരാജയപ്പെടുത്തത്. So if Karna was not paying attention to inner Shalya and focusing about him, പക്ഷെ ഇന്നർ ഷെല്ലി ഇത്രയധികം കണ്ടിന്യൂസ്ലി ഒരാളെ പരാജയത്തെ പറ്റിയോ അല്ലെങ്കിൽ അയാളുടെ പോരായ്മയെ പറ്റി ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നതൊക്കെ സംഭവിക്കും. അപ്പൊ ഞങ്ങൾക്ക് രണ്ട് ആക്ഷനാണ്. ഒന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പറയുന്നതാണെങ്കിൽ വി ഷുഡ് സ്റ്റോപ്പ് ദാറ്റ് ടു അവർ സെൽഫ്, ഓർ ഇഫ് വി ആർ ദ ഇന്നർ സർക്കിൾ വി ഷുഡന്റ് സേ ദാറ്റ്. സെക്കൻഡ് തിങ്, വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹൂ ആർ ദ ഇന്നർ ഷെല്യ. ആ ഇന്നർ ഷെല്യ വളരെയധികം കെയർഫുൾ ആയിട്ടും വാച്ച്ഫുൾ ആയിട്ടും ഞങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ ദിസ് ഈസ് a moral of the story. We should be very careful of the inner Shalya because this is going to shape our future. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഇൻസൈറ്റ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻസൈറ്റ്ഫുൾ ആണ്, ആൻഡ് ഇറ്റ്സ് വെരി വെരി ഗുഡ് നോളജ്. സോ നോളജ് ഈസ് നോട്ട് ടു ബി കെപ്റ്റ് വിതിൻ യുവർ സെൽഫ്, യു ഹാവ് ടു ഷെയർ വിത്ത് അതേഴ്സ്. സോ ഈ വീഡിയോ യു ഹാവ് ടു ഷെയർ വിത്ത് മെനി 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 പീപ്പിൾ, ബിക്കോസ് ഞാനിത് ഉണ്ടാക്കിയ വീഡിയോ to share with you so that I can get more knowledge through this. ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ലേ നോളജ് ഞങ്ങൾക്ക് വേറെ സോഴ്സിലൂടെ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. സോ അതുപോലെ തന്നെ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി റിസീവിങ് മോർ ഇൻസൈറ്റ്ഫുൾ നോളജ് ആൻഡ്
thoughts through other sources. So increase your source of knowledge by sharing more and more. So I believe that you will be sharing this video and also liking this video and subscribing to the channel. And uh, can you put this video on your status and this after it comes into the YouTube, so it spreads out more and more people be watchful and thoughtful of the inner shalia they are handling, and so that they make it big into the life. Because if universe has decided you to be here, there is something big that you have to do. You have to be signature something big in your life. So if you have to do that, then you have to believe in your inner shalia, and you have to be carefully handling those. And also do believe that if you share this to others, more knowledge and more things are going to come to your side. So this is Amit signing off. Until then, take care. Bye bye. Thanks a lot for watching this video, and do hit a like button as well as subscribe to the channel. Complete. See. Thanks a lot for watching.